എങ്ങു നിന്നു വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റെ എന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. ചേട്ടന് പ്രണയങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും സംഭവിക്കുന്ന ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് വരെ ഒരു സെറ്റ്, 10ാം ക്ലാസ് വരെ വേറെ സെറ്റ്. എനിക്ക് ഒരു സെറ്റ് ഒന്നും ആയിരുന്നില്ല, ഒന്നിൽ കൂടുതൽ സെറ്റുകൾ ഉണ്ടായിരുന്നു. 3 എണ്ണം. ഇത്രയും വലിയ മക്കളുണ്ട്, ഇനി പ്രേമിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ട്, ഇത്രയും വലിയ മക്കളുള്ളവർക്ക് പ്രേമിക്കാട്ടാ. ഈ ചേച്ചി അകത്തേക്ക് കയറുന്ന വഴിക്ക് അകത്തുനിന്ന് വേറൊരു കാരണവർ ആരാതാ എന്ന് ചോദിച്ചു. അറിയില്ല, ആരാടാ നിങ്ങൾ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് ചേട്ടാ ഞങ്ങളുടെ ഈ പൊന്നത്തമ്പലത്തിൽ പരിപാടിക്ക് വന്നവരാ. പൊന്നത്തമ്പലത്തിൽ പരിപാടിക്ക് വന്നവരാണോ? പച്ചവെള്ളം കൊടുക്കണ്ട. 3 മാസത്തെ അവധി കൂടി തരും, അതിനുള്ളിൽ 4 കൊല്ലത്തെ കുടിശ്ശികകൾ തീർത്തടച്ചില്ലെങ്കിൽ പിന്നെ ഭഗീരഥൻ പിള്ള കണ്ണീച്ചോരയില്ലാത്തവരെ ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തൻ്റെ കിടപ്പ് റോഡിലാവും, അവിടെ കിടന്നാവും താ ചാകുക പറഞ്ഞാൽ മനസ്സിലാകുക. നമുക്കിപ്പോൾ ഈ രൗദ്രം സിനിമ ഇറങ്ങി അതിനൊരു പോലീസുകാരനാണ്. നമുക്കൊരുപാട് പോലീസ് വേഷങ്ങൾ, അവനാഴി, ഇൻസ്പെക്ടർ ബൽറാം, അല്ലെങ്കിൽ മറ്റു പല പടങ്ങളിലും ഇപ്പോൾ സേതുരാമയ്യർ, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പോലീസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ നിന്നും രൗദ്രം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പം അദ്ദേഹം എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അതായത് എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസം. നെക്സ്റ്റ് അല്ല, അപ്പം അത് കുറേയൊക്കെ നമ്മളൊരു വളമായിട്ട് കരുതിയാൽ മതി. എന്താണെന്ന് വെച്ചാൽ ഒരു വളർന്നു വരുന്ന ചെടിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുപോയി ഒരിക്കലും പഞ്ചാമൃതമോ പാലോ പഞ്ചസാരയോ കൽക്കണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമൊന്നും ഇടില്ല. അതിൻ്റെ ചുവട്ടിലെപ്പോഴും ചാണകവും മുട്ടയുടെ തൊണ്ടും വേസ്റ്റും ഫുഡ് വേസ്റ്റ് ഇതൊക്കെ തന്നെ ഇടുന്നത്. അതിൽ നിന്ന് ഊർജ്ജം സംഭരിച്ചിട്ടാണ് ഈ ചെടി വളരുന്നത്. പ്രശാന്ത്, ഞാനൊരു കാര്യം അറിഞ്ഞു, ശരിയാണോന്ന് എനിക്ക് അറിയില്ല. പ്രശാന്തേട്ടൻ്റെ ആ ഒരു മിമിക്രി ഷോ കണ്ട് ചിരിച്ചിട്ട് ഒരു അമ്മ മരിച്ചു എന്ന് പറഞ്ഞു.